അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ ലിജോ ചേട്ടൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് പത്തനംതിട്ട തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ലിജോ ചേട്ടൻ്റെ വീട്ടിൽ വന്നത് എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാം. അപ്പം നിങ്ങൾ ഈ കണ്ടത് യൂട്യൂബിൻ്റെ ഒരു ഗോൾഡ് പ്ലേ ബട്ടനാണ്. അപ്പം പലർക്കും അറിയില്ലായിരിക്കും, ചിലപ്പം പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്താണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കിന് യൂട്യൂബുകാർ അയച്ചു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ. ശരിക്കും നമ്മൾ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കിന് ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടും. അത് കഴിഞ്ഞ് 1 മില്യൺ ആകുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നത്, നമ്മുടെ ലിജോ ചേട്ടന്. അപ്പോൾ നമുക്ക് ഇന്ന് ചേട്ടൻ്റെ വിശേഷങ്ങളാണ്. ശരിക്കും ഒരു ചെറിയ ബ്ലോഗാണ്. ചാനലിനെ പറ്റി, ചേട്ടൻ്റെ ചാനലിനെ പറ്റി ചോദിക്കുന്നൊരു ചെറിയൊരു കാര്യം. അപ്പം പത്തനംതിട്ടയിൽ ആദ്യമായിട്ട് കിട്ടുന്നല്ലേ, അപ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ല ലിജോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ കൂടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഹായ് ചേട്ടാ. ഹായ്. അപ്പോൾ എൻ്റെ പേര് ശാലു. ഓക്കെ. പത്തനംതിട്ടയിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് ഗോൾഡൻ പ്ലേ ബട്ടൺ മേടിച്ച ആദ്യത്തെ ആളാണ് നമ്മുടെ ലിജോ ചേട്ടൻ. അപ്പോൾ നമുക്ക് ലിജോ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചേട്ടൻ എത്ര നാളായി ചാനൽ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 2 വർഷം കഴിയുന്നു. 2 വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊന്ന് ഒരു 1-2 മാസം കൂടെ ആയിട്ടുള്ളൂ. 2 വർഷം കൊണ്ടാണ്. അപ്പോൾ ഈ 2 വർഷം കൊണ്ടാണ് 2 വർഷം കൊണ്ട് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയേ. അത് ശരിക്കും എനിക്കത് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെയാണ്. ഒരുപാട്. അത് നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പോക്കായിരുന്നു, ഒരു ഫാസ്റ്റായിട്ട് അമ്പ് പോയതിൻ്റെ തൊട്ടൊരു പോക്കായിരുന്നു, 1 മില്യണിലേക്ക് ഒരു പോക്കായിരുന്നു. ശരിക്കും ചേട്ടൻ ചെയ്യുന്നത് കുറച്ച് ഹെൽത്ത് ടിപ്സ് ആണ് അല്ലേ? ഹെൽത്ത് ടിപ്സ് ആണ് ചെയ്യുന്നത്. ലില്ലീസ് നാച്ചുറൽ ടിപ്സ് എന്നാണ്. ആ പ്ലേ ബട്ടണിൽ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിനും കാണും ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ. നമുക്ക് നമ്മുടെ ലിജോന്റെ ആരാണ് മോട്ടിവേഷൻ എന്നല്ലേ ചേട്ടാ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാനായിട്ടുള്ള കാരണം, നമുക്കൊരു ചെറിയ ചാനലുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എന്തോ കാരണങ്ങളാൽ അത് അടിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരൻ കൂടിയിട്ടായിട്ടുള്ള പ്രക്കാനത്തുള്ള ദിനീഷ് രാജ് എന്ന് പറഞ്ഞ ചേട്ടൻ, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, നല്ലൊരു യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് എന്താണ് സംഭവം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ ഉള്ള ലില്ലീസ് നാച്ചുറൽ ടിപ്സ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം തുടക്കത്തിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന ഒരാളാണ് ദിനീഷ് രാജ് എന്ന് പറഞ്ഞ യൂട്യൂബർ. ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. കാരണം പുള്ളി എല്ലാ കാര്യങ്ങളും പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ട ആരാണ് ആ ദിനീഷ് രാജ് എന്ന്? ദേ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. ഹായ്. ആള് എൻ്റെ ഒരു ബന്ധുവും കൂടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അളിയനും കൂടാണ്. ആൾക്കൊരു ചാനലുണ്ട്. ആള് ഭയങ്കര, എനിക്കൊന്ന് ആദ്യമായിട്ട് ഫിഷിംഗ് ചാനൽ തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായിട്ട് ഫിഷിംഗ് ചാനൽ തുടങ്ങി 2014 ഞാൻ ചാനൽ തുടങ്ങി. അതെ. അപ്പം ശരിക്കും ചേട്ടൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആഡ്സൻസും അതുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ദിനീഷ് തന്നെയാണ്. ശരിക്കും ആൾക്ക് ഗോൾഡൻ പ്ലേ ബട്ടണും ഇവിടെ ഒരു സിൽവർ പ്ലേ ബട്ടണും ഉണ്ട്. മൊത്തം പത്തനംതിട്ടയിലെ പ്ലേ ബട്ടന്റെ ബഹളങ്ങൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങി. ശരിക്കും ഈ 2 കൊല്ലത്തിന് മുമ്പ് എവിടെ ആയിരുന്നു ചേട്ടൻ? ഇവിടെ നാട്ടിലായിരുന്നോ? അല്ലല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ബഹ്റിനെ വെച്ചിട്ടാണ്. ബഹ്റിലായിരുന്നു ആദ്യം. ഞാൻ ദുബൈയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബഹ്റിൽ വർക്ക് ചെയ്തു. ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്നാണ് ചാനൽ തുടങ്ങുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ബുക്കൊക്കെ നോക്കി വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് നോക്കി പഠിച്ചാണ്. ഇവിടുന്ന് നമ്മൾ പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുള്ള യൂട്യൂബിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ അധികം ആൾക്കാർ ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ വിനീഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ നോക്കി ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. നല്ല നല്ല ടിപ്സുകൾ കുറേ കൊടുത്തു. അപ്പോൾ വർക്കിനിടയിൽ നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇരുന്ന് ചോദിക്കുന്നവർക്കൊക്കെ സംശയങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഉറക്കമില്ലാതെ നമ്മൾ കുറേ നാളുകൊണ്ട് വളർത്തിയെടുത്ത സംഭവമാണ്. ഇപ്പോൾ സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന സീരിയലാണ്. അതിനകത്ത് ഞാനിപ്പോൾ ഒരു വക്കീലിൻ്റെ വേഷം അവരുടെ കുടുംബ വക്കീലായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഒമർലുല് സംവിധാനം ചെയ്ത ദമാക്ക എന്ന് പറഞ്ഞ വർക്കിനകത്തിലും വക്കീലായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം യൂട്യൂബ് കൂടാതെ ശരിക്കും ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയുണ്ട്, സീരിയലും ഉണ്ട്. പക്ഷേ നമ്മൾ സിനിമയിലോട്ട് മാറിയപ്പോൾ നമുക്കുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളോട് സംശയങ്ങൾ ദിവസവും നമുക്കൊരു 10, 2500, 3000 മെസ്സേജ് വരും. അപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിന് റിപ്ലൈ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കും. ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ
ചില ദിവസങ്ങളിൽ 2:30, 2:45 ആ ഒരു സമയമാണ്. നമ്മളൊരു 6 മണിക്കിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ എല്ലാം എഡിറ്റിങ്ങും എല്ലാം. ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു, നമ്മൾ ഈ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ട് ഇതിൽ നമുക്കൊരു പേജുണ്ട്, പിന്നിൽ ഒരാൾ മാത്രം എന്നൊരു പേജുണ്ട്, പിന്നെ എൻ്റെ ലിജോ മല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജുണ്ട്, പിന്നെ ലില്ലീസ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കൂടെ ഫേസ്ബുക്കിൽ. അതിപ്പോൾ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പിന്നെ മെസ്സേജ് ഏതിലാണ് വരുന്നത്? കമന്റ് ആണോ വാട്സപ്പിൽ? അല്ലല്ല, നമുക്ക് കമന്റ്സ് വരുന്നത് വാട്സപ്പിലും വരുന്നുണ്ട്, യൂട്യൂബിൽ. ഞാൻ എപ്പോഴും യൂട്യൂബിലാണ് റിപ്ലൈ ഫാസ്റ്റായിട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ റിപ്ലൈ നമ്മൾ ഓൺ സ്പോട്ട് തന്നെ കൊടുക്കും. പക്ഷേ നമുക്ക് വന്നതിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് കൂടി വരാം. അതായത് ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത് ഏത് യൂട്യൂബറുടെയും ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇതല്ലെങ്കിൽ തന്നെ 100K സിൽവർ പ്ലേ ബട്ടൺ ആയാലും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. അങ്ങനെ വരുമ്പോഴത്തേന് ഈ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ശരി, പ്ലേ ബട്ടൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ആദ്യത്തെ നമുക്ക് കിട്ടിയത് സിൽവർ ആയിരുന്നു. സിൽവർ കിട്ടിയപ്പം ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും ഈ ഗോൾഡൻ ബട്ടൺ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര മുട്ടേൻ്റെ പോക്കായിരുന്നു. പെട്ടെന്ന് 10 ലക്ഷത്തിലായിരുന്നു. ഇപ്പോൾ 11 ലക്ഷം കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. കാരണം നമുക്ക് കേരളത്തിൽ 5ാമത്തെ സ്ഥാനം. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന്. ശരിക്കും പ്രതീക്ഷിക്കാത്തത് ബാക്കി ആർക്കും അങ്ങനെ കിട്ടി, മീൻസ് നമ്മൾ മലയാളികൾക്ക് കിട്ടി വരുന്നേ ഉള്ളൂ. എനിക്കൊന്ന് ഇനിയുള്ള ആൾക്കാരൊക്കെ ഇത് തുടങ്ങുമ്പോഴത്തേന് ഫസ്റ്റ് സിൽവർ ഒക്കെ ഒരു 1 മില്യൺ കിട്ടുമ്പോഴത്തേ അതുകൊണ്ടായിരിക്കും ചിലപ്പം പ്രതീക്ഷിക്കാതെ പോയത്. അത് കയ്യിലോട്ട് കിട്ടി നമ്മളത് തുറന്നു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമുക്കെന്ന് പറഞ്ഞാൽ എങ്ങൊന്നും ഒരു അവാർഡ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ ഇപ്പോൾ യൂട്യൂബ് തന്ന 2 അവാർഡ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഗോൾഡും ഒന്ന് സിൽവറും. ഈ 2 അവാർഡ് മാത്രമേ നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായി, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാനെന്താ വെച്ചാൽ ഈ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൽ എനിക്ക് 2-3 ചാനലുകൾക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. പിന്നുള്ളത് ഹിന്ദി ചാനലുകളാണ്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല ഇത് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്നും നമുക്ക് അതൊക്കെ ചാനൽ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന ചാനലുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ വലിയ ചാനലുകൾക്ക് കിട്ടും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ചാനലുകൾക്ക് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സംഭവം. അപ്പോൾ ചേട്ടാ ഇപ്പം ശരിക്കും 1 മില്യൺ കഴിഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എന്നാ ശരിക്കും ഫ്യൂച്ചറിലെ പ്ലാൻ? നമ്മൾ നല്ല വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക, നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സീരിയൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അരയന്നങ്ങളുടെ വീഡിയോ, അത് കുറച്ച് എപ്പിസോഡ് ഉണ്ടെന്നാണ് നമ്മുടെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിനോജേട്ടനാണ് നമുക്ക് അതിനകത്തൊരു ചാൻസ് മേടിച്ചു തന്നെ. പുള്ളി സിനോജ്, അപ്പോൾ പുള്ളിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ നല്ല നല്ല വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സീരിയലും കണ്ടിന്യൂ ചെയ്യുക. സിനിമയാണെങ്കിൽ സിനിമ നമ്മുടെ ലെക്കുമല്ല, നമ്മൾ സിനിമയാണെങ്കിൽ സീരിയലാണ്, അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോവുക. അതാണ് നമ്മുടെ പ്രതീക്ഷ. യൂട്യൂബ്, സിനിമ, സീരിയൽ, സീരിയലായിരിക്കും കൂടുതൽ ഡിസൈനിങ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ ടൈം കിട്ടും? ഇല്ല, അതാണ് പ്രശ്നം. 2:30 ആകുമ്പോഴാണ് കിടക്കുന്നത്. 2:30 എങ്ങനെ പോയാലും നമ്മൾ 2 മണി 2:30 ആ സമയം ആകുമ്പോഴേ കിടക്കാൻ പറ്റും. ഹെൽത്ത് ടിപ്പ് ചെയ്യുന്ന ആളാ. ഉറക്കത്തിനെ പറ്റി ഒരു ദിവസം എങ്ങനെ പോയാലും 2000-2500 കമന്റ് വരും. നമുക്ക് വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് നമ്മൾ ചോദിച്ചതിൻ്റെ അടി വീണ്ടും വന്നിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഓടി എത്താൻ പറ്റത്തില്ല. അതെ, നമ്മൾ ചോദിക്കുന്നവരോട് നമ്മൾ ഫുള്ളായി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കും. പക്ഷേ ആ കുട്ടിയുടെ വയസ്സുകൂടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത് നമുക്ക് അതിലേക്ക് പോയിട്ട് നമുക്ക് വീണ്ടും ഒരു റിപ്ലൈ നമുക്ക് പറയാം. പക്ഷേ എന്നാലും മാക്സിമം ഞാൻ വീണ്ടും അത് നോക്കിയിട്ട് നമ്മൾ മാക്സിമം അത് ഉറക്കമില്ലായ്മയെ പറ്റി ഒരു ഹെൽത്ത് ടിപ്പ് ചെയ്തോ കേട്ടോ. സ്വന്തമായിട്ട് ആവശ്യം കൂടെ വരും. ഇത്ര ഉറക്കം കളഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ വഴി ആളെ പരിചയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ പത്തനംതിട്ട ആയതുകൊണ്ട് മാത്രം, ഞാനും പത്തനംതിട്ട ആയതുകൊണ്ട് എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ ആദ്യമായിട്ട് ഒരാൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷാലു ബ്ലോഗറാണ്. കാരണം അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ആൾ ഇപ്പം നമ്മൾ 5 ലക്ഷം 10 ലക്ഷം സബ്സ്ക്രൈബ് ആയിട്ട് നമ്മളോട് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഷാലു നമ്മളടുത്ത് വന്ന് ഇന്റർവ്യൂ ചെയ്തു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്ലേ ബട്ടൺ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ ചുട്ടിപ്പാറ അവിടെ വെച്ച് അത് ഓപ്പൺ ചെയ്തതെന്ന് വിചാരിച്ചു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ വിനീഷനാണ് പറഞ്ഞത് അത് ചുട്ടിപ്പാറ അല്ല, വേറെ സ്ഥലം. കോട്ടപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിന്റെ മണ്ടയ്ക്ക് കയറി നോക്കി നിന്നാൽ, അതിന്റെ മുകളിൽ നിന്നാൽ 44 കിലോമീറ്റർ ലോങ് സൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ആ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പത്തനംതിട്ട ആണല്ലോ എന്ന് തന്നെ ഒരു ഇത് വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ദുബായി നിന്നപ്പോഴാണ് കണ്ടത്. എന്നാൽ പിന്നെ പത്തനംതിട്ട വരുമ്പോഴത്തേന് ആദ്യം തന്നെ ഇങ്ങോട്ട് വരാം എന്ന് തന്നെ. പിന്നെ വിനീഷനോട് ചോദിച്ചോ, വിനീഷനും അറിയാവുന്ന ആളാണ്. 1 മില്യൺ ഒക്കെ അടിച്ച ആളാന്നൊക്കെ പറയുമ്പോഴേ ഇത് നോക്കും എന്നാ സിമ്പിള്. അപ്പൊ ആ ഒരു സത്യം പറഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ പ്ലേ ബട്ടൺ വന്ന് അതിന് തന്നെ വലിയൊരു താങ്ക്സ്. നമ്മുടെ മനസ്സിലെന്നൊക്കെ പറഞ്ഞാൽ ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അയ്യോ വലിയൊരാളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 1 മില്യൺ ഉറപ്പായിട്ടും ഷാലു ബ്ലോഗിനും എന്തായാലും ഒരു ദിവസം ഉറപ്പാണ്. ഓക്കെ, നല്ല വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ലൈക്കുകൾ, നമ്മുടെ വീഡിയോസ് നല്ല സപ്പോർട്ട്. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് മതി, അത് മതി. നമ്മളെല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കുന്ന നമ്മുടെ ഒന്നുമില്ല, ഒരു ലൈക്ക് മാത്രം. അതാണ്
എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഈ പേരൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 3 പത്തനംതിട്ടക്കാരാണ്. ചോട്ട ബെട ഇത് ബെടയായി വരുന്നു നമ്മുടെ വിനീഷേട്ടൻ, ഫിഷിംഗ് ചാനലിൻ്റെ ആള്, നമ്മുടെ ലില്ലീസ് നാച്ചുറൽ ടിപ്പ്, ശാലു ശിവപുരം. അപ്പം പത്തനംതിട്ടയിലെ ഞങ്ങളെല്ലാവരും പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ പറയുന്നത് പത്തനംതിട്ടയിലെ ഗോൾഡൻ ആദ്യമായിട്ട് കിട്ടിയ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം എന്തുകൊണ്ടും പത്തനംതിട്ടക്കാരനായതിൽ എല്ലാവർക്കും ഒരു അടിപൊളി അഭിമാനമാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ലിജോ ചേട്ടൻ്റെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരു ബൈ പറഞ്ഞേട്ടാ. ബൈ.